ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനുമൊക്കെ മാവ് കുഴയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമല്ലേ? എന്നാൽ കൈകൊണ്ടല്ലാതെ ഒട്ടും കഷ്ടപ്പെടാതെ മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ മാവ് കുഴച്ചെടുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബീറ്റർ കയ്യിലുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബീറ്ററിനൊപ്പം കിട്ടുന്ന ഈ ബ്ലേഡ് കൊണ്ടാണ് ഞാൻ മാവ് കുഴയ്ക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഹുക്ക് രണ്ടും ഇതുപോലെ ഇരിക്കണം. ബീറ്ററിൽ തിരിഞ്ഞിരുന്നാൽ ചിലപ്പോൾ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇട്ടാൽ മാവ് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം ചപ്പാത്തിക്കുള്ള മാവാണ് കുഴച്ചെടുക്കുന്നത്. ഞാൻ 3 നാഴി മാവാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ആളുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് മാവ് ഞാൻ കൂടുതലെടുത്തത്. നമ്മുടെ ആവശ്യത്തിന് മാവെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മാവൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഇനി ബീറ്റർ ഒന്ന് ഓൺ ചെയ്യാം. 1ാമത്തെ സ്പീഡിലോ 2ാമത്തെ സ്പീഡിലോ ഇട്ടാൽ മതി. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മാവ് ഒരുപാട് ലൂസായി പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. ഞാനിന്ന് വെള്ളം ചേർത്തപ്പോൾ ഒരല്പം വെള്ളം കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സ്പൂണ് കൊണ്ട് സൈഡിലുള്ള മാവൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് കുഴയ്ക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ബീറ്ററിൻ്റെ ബ്ലേഡിലൊന്നും മാവ് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ മാവ് കുഴച്ചപ്പോൾ ഒരല്പം വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒരല്പം പൊടി കൂടി ഇട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഇനി ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിനി ഡയറക്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെ കിട്ടി. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്ത മാവായിരുന്നു, എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് മാവ് കുഴയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത തിളച്ച വെള്ളമാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സ്പൂൺ കൊണ്ട് കുഴയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഈ തിളച്ച വെള്ളം പെട്ടെന്ന് എത്തുകയില്ല. അതേസമയം ഇതുപോലൊരു ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് പൊടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എപ്പോഴും നല്ല തിളച്ച വെള്ളം തന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കണം.
നല്ല ഇടിയപ്പം കിട്ടാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടിയപ്പം കുഴയ്ക്കുമ്പോൾ മാവ് ഒരുപാട് അങ്ങ് കട്ടിക്ക് കുഴയ്ക്കരുത്. ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് ഇടിയപ്പം കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് സേവാനാഴി വഴി നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. കുഴയ്ക്കുമ്പോൾ മാവിന് കട്ടി കൂടിപ്പോയാൽ നമുക്ക് സേവാനാഴി വഴി ഇത് പെട്ടെന്ന് കറക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരല്പം ലൂസായിട്ട് തന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ലൂസായാലുള്ള കുഴപ്പം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇടിയപ്പം വേവാത്തൊരു ഫീലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇടിയപ്പത്തിനുള്ള വെള്ളം ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇടിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പരുവം. അതായത് നമ്മളിതുപോലെ എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. കണ്ടോ, ഇതാണ് കറക്റ്റ് ഇടിയപ്പത്തിൻ്റെ പരുവം വരുന്നത്. ഇങ്ങനെ കുഴച്ചെടുത്താലുള്ള ഗുണം ഇതാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സേവാനാഴി വഴി ഈ മാവൊന്ന് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അതേസമയം കട്ടിയായിപ്പോയാൽ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് മാവിൻ്റെ പരുവം എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇടിയപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.